ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചു. പുതിയ നിരക്ക് ഉടൻ പ്രാബല്യത്തിൽ വരും. തൃശൂർ വാണിയംപാറയിൽ വൻ ലഹരിവേട്ട. വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി യുവതിയടക്കം 3 പേർ പിടിയിലായി. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആനക്കയത്ത് KSRTC ബസിനു നേരെ കാട്ടാനയുടെ ആക്രമണം. യാത്രക്കാർ ബഹളം വെച്ചതോടെ ആനകൾ കാടുകയറി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കല്യാണ മാമാങ്കം. ഒരേ സമയം 5 മണ്ഡപങ്ങളിലായി 227 വിവാഹങ്ങൾ നടന്നു. അന്തിക്കാട് ബസ് യാത്രക്കിടെ യാത്രക്കാരി കുഴഞ്ഞു വീണ് മരിച്ചു. മുട്ടിച്ചൂർ സ്വദേശിനി ലീലയാണ് മരിച്ചത്. മമ്മിയൂരിൽ ആംബുലൻസ് ഓട്ടോറിക്ഷയിലിടിച്ച് ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. ചേലക്കരയിൽ പഞ്ചായത്ത് അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച് റോഡിൽ തള്ളിയതായി പരാതി. ബൈക്കിന്റെ അമിത വേഗത ചോദ്യം ചെയ്തതിനാണ് ആക്രമണം. മർദ്ദിച്ച ശേഷം യുവാക്കൾ കടന്നുകളഞ്ഞു. അന്വേഷണം ആരംഭിച്ചു പോലീസ്. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. പാലേക്കരിയിൽ വീണ്ടും ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചു. പുതിയ നിരക്ക് ഉടൻ പ്രാബല്യത്തിൽ വരും. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 മുതൽ 15 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സെപ്റ്റംബർ 9 വരെ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ്. 10 മുതൽ ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ പുതിയ നിരക്കിലാണ് ടോൾ പിരിക്കുക. കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൂട്ടിയ നിരക്ക് ഈടാക്കാൻ ദേശീയപാത അതോറിറ്റി അനുമതി നൽകി. കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ 90 രൂപ നൽകിയിരുന്നത് ഇനി 95 രൂപയായി മാറും. ദിവസം 1-ൽ കൂടുതൽ യാത്രയ്ക്ക് 140 രൂപ എന്നതിൽ മാറ്റമില്ല. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്ക് 5 രൂപ വർദ്ധിച്ച് 165 രൂപയായി. 1-ൽ കൂടുതലുള്ള യാത്രകൾക്ക് 245 രൂപ നൽകണം. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 10 രൂപ വർദ്ധിച്ചു. 330 രൂപയാണ് പുതിയ നിരക്ക്. 1-ൽ കൂടുതൽ യാത്രയ്ക്ക് 495 രൂപയാകും. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 515 എന്നത് 530 രൂപയും 1-ൽ കൂടുതൽ യാത്രയ്ക്ക് 775 രൂപയായിരുന്നത് 795 രൂപയാകും. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളും കരാർ ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും ടോൾ വർധന. പാലിയേക്കരയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 1-നാണ് ടോൾ നിരക്ക് പരിഷ്കരിക്കുന്നത്. TCV പുതുക്കാട്. തൃശൂർ വാണിയംപാറയിൽ വൻ ലഹരിവേട്ട. അന്തർ സംസ്ഥാന സ്വകാര്യ ബസിൽ കടത്തുകയായിരുന്ന ലഹരി പദാർത്ഥങ്ങളുമായി യുവതിയടക്കം 3 പേർ പിടിയിലായി. പ്രതികളിൽ നിന്ന് 1.5 കിലോ കഞ്ചാവും 37 ഗ്രാം MDMAയും കണ്ടെടുത്തു. വരന്തരപ്പള്ളി സ്വദേശിനി കൃഷ്ണപ്രിയ, കോതമംഗലം തട്ടേക്കാട് സ്വദേശി സെബിൻ എൽദോസ് എന്നിവരിൽ നിന്നാണ് MDMA പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇവർ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നത്. തൃശൂർ എക്സൈസ് CI, തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ്, സിറ്റി പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയത്. മലക്കപ്പാറ റോഡിൽ ആനക്കയത്ത് KSRTC ബസിനു നേരെ കാട്ടാനയുടെ ആക്രമണം. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്ന ബസിനെയാണ് ഒരു മോഴയടക്കം 2 ആനകൾ തടഞ്ഞത്. മോഴയാന തുമ്പിക്കൈ കൊണ്ട് ബസിന്റെ മുൻഭാഗത്ത് തട്ടുകയും ചെയ്തു. യാത്രക്കാരും മറ്റും ബഹളം വച്ചതോടെ ആനകൾ കാട്ടിലേക്ക് കയറിപ്പോയി. ചാലക്കുടി ഡിപ്പോയിലെ ബസിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഗുരുവായൂരിൽ തിക്കും തിരക്കുമില്ലാത്ത 227 വിവാഹങ്ങൾക്ക് ക്ഷേത്ര സന്നിധി സാക്ഷിയായി. ഇത്രയും വിവാഹങ്ങൾ നടന്നിട്ടും ക്ഷേത്രസന്നിധിയിൽ ചെറിയ ഗതാഗതക്കുരുക്ക് പോലും അനുഭവപ്പെട്ടില്ല. പുലർച്ചെ 5 മുതലാണ് കിഴക്കേനടയിൽ ഒരേ സമയം 5 മണ്ഡപങ്ങളിലായി താലികെട്ട് ആരംഭിച്ചത്. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം പ്രത്യേകം കൗണ്ടർ ആരംഭിച്ച് വിവാഹ സംഘങ്ങൾക്ക് ടോക്കൺ നൽകി. ക്രമനമ്പർ പ്രകാരം വധൂവരന്മാരെ ഓഡിറ്റോറിയം വഴി കല്യാണ മണ്ഡപത്തിനടുത്തേക്ക് കയറ്റിവിട്ടു. ഓരോ സംഘത്തിലും 24 പേർക്ക് മാത്രമാണ് പ്രവേശനം നൽകിയത്. താലികെട്ട് കഴിഞ്ഞ സംഘങ്ങൾക്ക് കിഴക്കേനടയിലൂടെ പുറത്തു പോകാനുള്ള സൗകര്യവുമൊരുക്കി. ഇരുമ്പുകേറ്റ് സ്ഥാപിച്ച ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് ദർശനം നടത്താനുള്ള സൗകര്യവുമൊരുക്കിയിരുന്നു. ഇതോടെ ക്ഷേത്രനടയിൽ യാതൊരു തരത്തിലുള്ള തിരക്കോ ബുദ്ധിമുട്ടോ അനുഭവപ്പെട്ടില്ല. അവധിയിലുള്ളവരെ തിരിച്ചു വിളിച്ച് ദേവസ്വം കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെ ഉറപ്പുവരുത്തി. ക്ഷേത്രനടയിലും നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലും കൂടുതൽ പോലീസുകാരെയും നിയോഗിച്ചിരുന്നു.
വൺ വേ സംവിധാനം കർശനമാക്കുകയും പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കുകയും ചെയ്തതോടെ നഗരത്തിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടില്ല. റെക്കോർഡ് വിവാഹം നടന്ന കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8-നും തിരക്ക് എന്തെന്നറിഞ്ഞിരുന്നില്ല. 334 വിവാഹങ്ങളാണ് അന്ന് നടന്നത്. പോലീസും ദേവസ്വവും ഉണർന്നു പ്രവർത്തിച്ചതാണ് തിക്കും തിരക്കും അനുഭവപ്പെടാതിരിക്കാൻ കാരണം. TCV ന്യൂസ്, ഗുരുവായൂർ. അന്തിക്കാട് സ്വകാര്യ ബസ് യാത്രക്കിടെ യാത്രക്കാരി കുഴഞ്ഞു വീണ് മരിച്ചു. അന്തിക്കാട് കുറ്റിമാവ് സ്വദേശിനി വന്നേരി വീട്ടിൽ ഗോപാലന്റെ മകൾ ലീനയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് സംഭവം. കുറ്റിമാവിൽ നിന്ന് ബസ്സിൽ കയറിയ ഇവർ അന്തിക്കാട് ആൽ സെന്ററിൽ വെച്ചാണ് അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. കണ്ടക്ടർ ഉടൻ തന്നെ വെള്ളം നൽകുകയും അതേ ബസ്സിൽ ഒളരി മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ മമ്മിയൂരിൽ ആംബുലൻസ് ഓട്ടോറിക്ഷയിലിടിച്ച് ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ യാത്രക്കാരായ കേച്ചേരി സ്വദേശി തെരുവത്ത് വീട്ടിൽ ഷക്കീർ, ഭാര്യ ഷംല, മക്കളായ ഫിർദൌസ്, അഫ്ല, തസ്ലീമ, മുബാറക് എന്നിവർക്കാണ് പരിക്കേറ്റത്. മമ്മിയൂർ പെട്രോൾ പമ്പിനു സമീപം ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം. മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ നിന്ന് രോഗിയെ എടുക്കാനായി പോയിരുന്ന കോട്ടപ്പടി ലൈഫ് കെയറിന്റെ ആംബുലൻസ് ചാവക്കാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് സമീപത്തെ മതിൽ തകർന്നു. പ്രവാസി വ്യവസായി പേനത്ത് ഷാജിയുടെ വീടിന്റെ മതിലാണ് തകർന്നത്. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അഫ്ലയെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആംബുലൻസ് ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേലക്കര പഞ്ചായത്ത് അംഗത്തെ ക്രൂരമായി മർദ്ദിച്ചവശനാക്കി റോഡിൽ തള്ളിയിട്ട് യുവാക്കൾ കടന്നുകളഞ്ഞതായി പരാതി. ഗുരുതര പരിക്കുകളോടെ 1-ാം വാർഡ് മെമ്പർ ശശിധരൻ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമിത വേഗതയിൽ ബൈക്ക് ഓടിച്ചതിനെ ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. ഉതുവടി അമ്പലനട റോഡിൽ വെച്ചാണ് സംഭവം. വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന മെമ്പറെ അമിത വേഗതയിൽ വന്ന ബൈക്ക് യാത്രികരായ യുവാക്കൾ ആക്രമിക്കുകയായിരുന്നു. വാഹനം നിർത്തി ഇറങ്ങി വന്ന യുവാക്കൾ അസഭ്യം പറയുകയും പിന്നീട് കഴുത്തിന് പിന്നിൽ അടിച്ച ശേഷം ചവിട്ടി താഴെയിടുകയും ചെയ്തു. നിലത്തുവീണ ശശിധരനെ കൈകളിൽ പിടിച്ചുയർത്തി റോഡിലേക്ക് വലിച്ചെറിഞ്ഞതോടെ ഇടുപ്പെല്ലിന് ഗുരുതര പരിക്കേറ്റു. KSU നേതാവിന്റെ വീട്ടിൽ കയറി കുടുംബാംഗങ്ങളെ പോലീസ് അധിക്ഷേപിച്ചതായി പരാതി. KSU ജില്ലാ സെക്രട്ടറി ഗണേശിന്റെ ആറ്റൂർ പ്ലാവിൻ ചുവടുള്ള വീട്ടിൽ അർദ്ധരാത്രിയിലെത്തിയ വടക്കാഞ്ചേരി പോലീസ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ അധിക്ഷേപിച്ചതായാണ് പരാതി. KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട 15 ദിവസത്തോളമായി ഒളിവിൽ കഴിയുന്ന ഗണേശിനെ തിരക്കിയാണ് പോലീസ് അർദ്ധരാത്രികളിൽ വീട്ടിലെത്തുന്നത്. CI ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തി മകൻ ഗുണ്ടയാണെന്നും മറ്റും പറഞ്ഞ് കുടുംബാംഗങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായാണ് ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും കോടതിയിലും പരാതികൾ നൽകിയിട്ടുണ്ട്. കിട്ടുന്നത് വരെ അന്വേഷിച്ചു. മകൻ 8 കേസിൽ പ്രതിയാണ്. 8 കേസ് കേട്ടോ. ഒന്നാന്തരം ഗുണ്ടയാണ് മകൻ. പിന്നെ സ്ഥിരമായിട്ട് അടിപിടി ഉണ്ടാക്കുന്നവരെ ഗുണ്ടല്ലാണ്ട് എന്താ വിളിക്കുക? മകന് പണി. വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഇതിന് തന്നെ സമയം ഉണ്ടാവും. ഇടവേള. ഗോബോ നന്ദിരത്തി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റും കോമൺവെൽത്ത് സ്കോളർഷിപ്പ് കമ്മീഷനും സംയുക്തമായി അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് നൽകുന്ന സ്കോളർഷിപ്പിന് മറ്റത്തൂർ നൂലുവള്ളി സ്വദേശിനി അഖില ഉണ്ണി അർഹയായി. ബിരുദാനന്തര ബിരുദം, ഗവേഷണം എന്നിവയ്ക്കായി നൽകുന്ന സ്കോളർഷിപ്പിനാണ് അഖില ഉണ്ണി അർഹയായത്. നൂലുവള്ളി പട്ലിക്കാടൻ ഉണ്ണികൃഷ്ണന്റെയും മുൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ ഉണ്ണികൃഷ്ണന്റെയും മകളാണ്. 50 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക.
UK-യിലെ ക്രാൻഫീൽഡ് സർവകലാശാലയിൽ ഫ്യൂച്ചർ ഫുഡ് സസ്റ്റൈനബിൾ ബിരുദാനന്തര ബിരുദ പഠനത്തിനായി അഖില സെപ്റ്റംബർ പകുതിയോടെ യാത്ര തിരിക്കും. ചിറ്റിലപ്പള്ളിയിൽ കാൽനട യാത്രക്കാരിയായ വയോധികയുടെ 2 പവന്റെ മാല ബൈക്കിലെത്തിയയാൾ കവർന്നു. ചിറ്റിലപ്പള്ളി ദർശന ലൈനിൽ താമസിക്കുന്ന ലില്ലിയുടെ മാലയാണ് കവർന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. വാർഡ് മെമ്പർ സോണി തരകൻ അറിയിച്ചതിനെ തുടർന്ന് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മാല പൊട്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. തൃശൂർ അതിരൂപത മാധ്യമ ദിനാഘോഷം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ആധുനിക വാർത്താ വിനിമയ രംഗത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഭയുടെ പ്രവാചക ദൌത്യം നിർവഹിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. സീറോ മലബാർ സഭ PRO ടോമി ഓലിക്കരോട്ട്, മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, ഫാദർ ജോസ് വല്ലൂരാൻ, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ഫാദർ സിംസൺ ചിറമൽ തുടങ്ങിയവർ സംസാരിച്ചു. അതിരൂപത പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഏർപ്പെടുത്തിയ സിൽവർ ജൂബിലി അവാർഡ് സിസ്റ്റർ ലിസ്മിക്ക് സമ്മാനിച്ചു. ഗർഭഛിദ്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർബന്ധിച്ച യുവതിയുടെ മൊഴി അന്വേഷണ സംഘമെടുക്കും. രാഹുലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച റിനി ആൻഡ് ജോർജ്, ട്രാൻസ് വുമൺ അവന്തിക അടക്കമുള്ളവരിലെന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. ഗർഭഛിദ്ര ആരോപണത്തിൽ യുവതി നേരിട്ട് പരാതി നൽകിയിട്ടില്ലെങ്കിലും അതിജീവിത മൊഴി നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ലൈംഗിക പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് നടപടി ആരംഭിക്കുന്നത്. കൊടുങ്ങല്ലൂർ എറിയാടുണ്ടൊരു സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ. മലയാള സിനിമയുടെ ചരിത്രവും വിശേഷങ്ങളും അഷ്റഫ് ചേരമാൻ എന്ന വെട്ടത്തിപ്പറമ്പിൽ അഷ്റഫിന് മനഃപ്പാഠമാണ്. ആദ്യകാല മലയാള സിനിമയുടെ വിശേഷങ്ങൾ, സിനിമാ തിയേറ്ററുകളുടെ ചരിത്രം തുടങ്ങിയവ അഷ്റഫിന്റെ ഓർമ്മയുടെ തിരശീലയിൽ മായാതെ ഇന്നുമുണ്ട്. 7ാം വയസ്സിൽ അയൽപ്പക്കത്തുള്ള എറിയാട് ചേരമാൻ ടാക്കീസിൽ നീലക്കടലയും പാട്ടുപുസ്തകവും വിറ്റു തുടങ്ങിയതാണ് അഷ്റഫിന്റെ മലയാള സിനിമയുമായുള്ള ചങ്ങാത്തം. സിനിമയോടും അതിലേറെ പ്രേംനസീറിനോടുമുള്ള ഇഷ്ടം ആ ബാലനെ സിനിമാ കഥകളിലേക്ക് നയിച്ചു. സിനിമ ഭയങ്കര ലഹരിയാണ്. അപ്പോൾ സിനിമാ തിയേറ്ററിൻ്റെ പേരുകൾ ചെറുപ്പത്തിൽ തുടങ്ങി വായിക്കുന്ന മുഴുവൻ അത് മെമ്മറിയിൽ ഒരു 7 വയസ്സ് തുടങ്ങി കംപ്ലീറ്റ് ഇതൊക്കെ മെമ്മറിയിലുണ്ടാവും. അത് കൂടാതെ തന്നെ ഒരു തൃശ്ശൂർ ജില്ലയിൽ പൊളിച്ചുപോയ 150ഓളം സിനിമാ തിയേറ്ററിൻ്റെ ചരിത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ 3 പഠിക്കുമ്പോഴാണ് കാലേക്കര ഷൂട്ടിങ്ങിന് വന്നിട്ടേ തെക്കേല മോമാലിക്ക ഡ്രൈവറായിരുന്നു. അപ്പോൾ തെക്കേല മോമാലിക്കയുടെ ജ്യേഷ്ഠനവൻ എന്നെ നസീർ സാറിനെ കൊണ്ട് കാണിച്ച് എരിയത്തുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ ഫോട്ടോ നാളെ അയച്ചോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ പോയാൽ ദ്രവിച്ചു പോയി. അപ്പോൾ അത് എന്നെയൊക്കെ കൈമ പിടിച്ചത് സന്തോഷത്തോടു കൂടി എന്നാൽ അന്ന് കരിക്കോള ആസ്പത്രിയുടെ വടക്കേ വരാന്തയിൽ പ്രേമത്തിൽ എന്നിട്ട് കാണാൻ ചെന്ന തള്ളമാരിക്കൊക്കെ കാശ് കൊടുത്ത് നിൽക്കുക. അതിൽ കഴിയാത്തൊക്കെ മരണം വരെ കാശ് കുഴിച്ചിരുന്നു. എൻ്റെ മോൻ തന്ന കാശാണെന്ന് പറഞ്ഞു. അന്നൊക്കെ ഭയങ്കര അതല്ല ലോകത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ കണ്ടിട്ടില്ല. 4ാം ക്ലാസ്സിൽ പഠനം നിർത്തിയെങ്കിലും സിനിമയെക്കുറിച്ചുള്ള ഗവേഷണം അഷ്റഫ് അവസാനിപ്പിച്ചില്ല. കേരളത്തിലെ സിനിമാ തിയേറ്ററുകളുടെ ചരിത്രവും സിനിമാ വിശേഷങ്ങളും ഇയാൾക്ക് മനഃപ്പാഠമാണ്. ഓരോ സിനിമാ തിയേറ്ററുകളിലും ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടറിന്റെ പേര് പോലും അഷ്റഫിനറിയാം. പഴയകാല സിനിമാ നോട്ടീസുകളുടെയും സിനിമാ പ്രസിദ്ധീകരണങ്ങളുടെയും വലിയൊരു ശേഖരം അഷ്റഫിന്റെ പക്കലുണ്ടായിരുന്നു. പലപ്പോഴായി അവയിലേറെയും നഷ്ടപ്പെട്ടുവെങ്കിലും ഓർമ്മയിലെ അളവറ്റ ശേഖരം ചിതലരിച്ചില്ല. മലയാള സിനിമയെക്കുറിച്ച് നിരവധി സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ അഷ്റഫ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലെ സിനിമാനുബന്ധ ഗ്രൂപ്പുകളിൽ എഴുത്തുമായി അഷ്റഫ് ഇപ്പോഴും സജീവമാണ്. സിനിമാ ചരിത്രാന്വേഷകർ പലരും അഷ്റഫിൽ നിന്നുമാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. പണ്ട് കാലചക്രം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കൊടുങ്ങല്ലൂരിലെത്തിയ പ്രേംനസീറുമൊത്ത് പകർത്തിയ ചിത്രം കിട്ടാതെ പോയത് ജീവിതത്തിലെ വലിയൊരു നഷ്ടമായാണ് അഷ്റഫ് കരുതുന്നത്. തന്റെ 59ാം വയസ്സിലും സിനിമയോടുള്ള പ്രണയം മനസ്സിൽ കെടാതെ സൂക്ഷിക്കുകയാണ് അഷ്റഫ്. TCV കൊടുങ്ങല്ലൂർ. ഇനി ഓണവിശേഷങ്ങളുമായി ഓണം പൊന്നോണം. പായസമില്ലാതെ മലയാളികൾക്ക് എന്തോണം? ഓണമായാൽ പലതരം പായസങ്ങൾ നമ്മെ വിരുന്നൂട്ടുമെങ്കിലും പായസങ്ങളിൽ കേമനെന്നും പാലട തന്നെയാണ്. ഓണാഘോഷ വിഭവങ്ങളിൽ എന്നും മുൻപന്തിയിലാണ് പായസത്തിന്റെ സ്ഥാനം. നാവിൽ കൊതിയൂറും പാലട, പരിപ്പ്, പഴം തുടങ്ങി തനി നാടൻ മാമ്പഴപ്പായസം വരെ എത്തി നിൽക്കുന്നു
പായസങ്ങളിലെ വെറൈറ്റി. അതുകൊണ്ട് തന്നെ ഓണക്കാലമായാൽ സദ്യവട്ടമൊരുക്കങ്ങളിൽ പായസങ്ങളുടെ വൈവിധ്യവും ആഘോഷത്തിന്റെ പൊലിമ വർദ്ധിപ്പിക്കും. ഓണക്കാലത്ത് മാത്രം ലക്ഷക്കണക്കിന് ലിറ്റർ പായസമാണ് ഓരോ ദിവസവും മലയാളികൾ ആസ്വദിച്ചു നുകരുന്നത്. ഇന്നിന്റെ തിരക്ക് പിടിച്ച ജീവിതയാത്രകൾക്കിടയിൽ ഓണസദ്യയും പായസവുമെല്ലാം വീടുകളിൽ തന്നെ തയ്യാറാക്കിയിരുന്ന മലയാളികളുടെ മുൻകാല പതിവിന് അല്പം കോട്ടം തട്ടിയതോടെ ഹോട്ടൽ, കാറ്ററിംഗ്, ഇവന്റ് സ്ഥാപനങ്ങളിലെ തിരക്കേറും. അത്തന്നാൾ മുതൽ തുടങ്ങുന്ന ഇവിടങ്ങളിലെ തിരക്ക് തിരുവോണം വരെ തുടരും. ഇതോടെ പായസപ്രേമികൾക്കായി രുചികരവും സ്വാദിഷ്ടവുമായ വിവിധയിനം പായസങ്ങൾക്കായുള്ള വിപണിയുടെ കലവറ ഏറെ സജീവമാകും. ശീലം മാറിയ മലയാളിക്ക് വില എത്രയായാലും പാരമ്പര്യത്തനിമ വിളിച്ചോതി പലതരം പായസം വിളമ്പിയുള്ള സമൃദ്ധമായ സദ്യയില്ലാതെ ഒരു ഓണാഘോഷവും പൂർണ്ണമാകില്ല. ഓണനാളുകളിൽ കേരളക്കരയെ പുതുമയുടെ കസവണിയിക്കാനുള്ള തിരക്കിലാണ് കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം. പലവിധ ഡിസൈനുകളിൽ തീർത്ത തുണിത്തരങ്ങൾ തേടി പതിനായിരങ്ങളാണ് ഓരോ ദിവസവും കുത്താമ്പുള്ളിയിലെത്തുന്നത്. ഓണനാളുകളിൽ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത വസ്ത്രങ്ങളാണ് കസവുമുണ്ട്, സെറ്റ് സാരി, സെറ്റുമുണ്ട് എന്നിവ. കുത്താമ്പുള്ളിയിലെ നെയ്ത്തുകാരുടെ കരവിരുതിൽ കസവിൽ തീർത്ത വിവിധ ഡിസൈനുകളിലുള്ള തുണിത്തരങ്ങൾക്ക് എന്നും ആവശ്യക്കാർ ഏറെയാണ്. കസവിൽ തീർത്ത തുണിത്തരങ്ങൾ മാത്രമല്ല, ഒരു കുടക്കീഴിൽ എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. കൊച്ചി രാജാവിന്റെ ഭരണകാലത്ത് തുണിത്തരങ്ങൾ നെയ്യാനായി കൊണ്ടുവന്ന് പാർപ്പിച്ച ദേവാംഗ സമുദായക്കാരാണ് ഇന്നും കുത്താമ്പുള്ളിയിൽ നെയ്ത്തിലും വ്യാപാരത്തിലും വ്യാപൃതരായിരിക്കുന്നത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഇടവുമാണ് കുത്താമ്പുള്ളി. വിദേശ രാജ്യങ്ങളിൽ ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്കുള്ള തുണിത്തരങ്ങൾ ഓൺലൈനായും ഇവിടെ നിന്ന് എത്തിച്ചു നൽകുന്നു. ഗായത്രിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും സംഗമ കേന്ദ്രമായ കുത്താമ്പുള്ളിയിൽ ഊടും പാവും നെയ്യുന്നത് ഒരു സംസ്കാരത്തിന്റെ ഇഴപൊട്ടാത്ത പാരമ്പര്യത്തിന് കൂടിയാണ്. TCV ന്യൂസ്, തിരുവില്ലാമല. കിടപ്പുരോഗികൾക്ക് ഓണം ആഘോഷിക്കാനുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകി വീണ്ടും മാതൃകയാവുകയാണ് പുത്തൻപീടികയിലെ ജീവകാരുണ്യ സംഘടനയായ കാരുണ്യ. 4 ചുമരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ഓണത്തിന് വസ്ത്രങ്ങളും സദ്യവട്ടങ്ങളും എത്തിച്ചു നൽകുന്ന പതിവ് ഇത്തവണയും തുടർന്ന് കാരുണ്യ. പൊതുജന പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന പുത്തൻപീടികയിലെ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഓണക്കാലം കരുതലിന്റെയും സഹവർത്തിത്വത്തിന്റെയും കാലമാണ്. വളണ്ടിയർമാർ, നഴ്സുമാർ തുടങ്ങി ഡോക്ടർമാർ വരെ രോഗികൾക്ക് എത്തിച്ചു നൽകാനുള്ള സാധനങ്ങൾ തയ്യാറാക്കുന്നതിൽ അണിചേരും. ക്യാൻസർ ഉൾപ്പെടെ ഗുരുതര രോഗം ബാധിച്ച 50 പേർക്കാണ് എല്ലാ മാസവും ഇവിടെ നിന്ന് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത്. ഡോക്ടർമാരുടെ പരിചരണവും മരുന്നുകളും സൗജന്യമാണ്. കൂടാതെ 150ഓളം കിടപ്പ് രോഗികൾക്ക് പരിചരണവും കാരുണ്യ നൽകി വരുന്നുണ്ട്. 12 വർഷം മുൻപ് 15 പേർ ചേർന്ന് ആരംഭിച്ച സംഘടനയായ കാരുണ്യ സമൂഹത്തിലെ അവശതകൾ പേറുന്ന ആളുകൾക്കൊപ്പം നിന്നപ്പോൾ കൂടുതൽ പേർ ഈ പ്രസ്ഥാനത്തിന് പിന്തുണയുമായി എത്തുകയായിരുന്നു. 13 വർഷം മുമ്പാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. ഇന്നിപ്പോൾ അത് വളരെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ഈ നാട്ടിലത്തെ ആബാലവൃദ്ധം ജനങ്ങളും ഇതിനോട് സഹകരിക്കുന്നതുകൊണ്ടാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സംഭാവന കൊണ്ടാണ് ഈ പ്രസ്ഥാനം മുഴുവനായിട്ട് നടന്നു പോകുന്നത്. വാടക കെട്ടിടത്തിൽ നിന്ന് 5 വർഷം മുൻപ് സ്വന്തമായി 3 നില കെട്ടിടം പണിത് 500ഓളം ആളുകളുടെ പിന്തുണയിലാണ് കാരുണ്യയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, എക്സിക്യൂട്ടീവ് മെമ്പർ KJ വിൻസെന്റ്, ജോയിന്റ് സെക്രട്ടറി രവികുമാർ, ജോൺ, ട്രീജോ, ഡോക്ടർ ദിൽഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കാരുണ്യ പ്രവർത്തകർ ഓണക്കിറ്റുകൾ തയ്യാറാക്കി വീടുകളിൽ എത്തിക്കുന്നത്. ഇവരുടെ കൂടെ ഹോം കെയർ പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് നമ്മളുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ടെന്ന് മനസ്സിലായി. ജീവിതത്തിൽ തളർന്നു പോയവർക്കാണ് നമ്മുടെ സഹായം വളരെ അത്യാവശ്യമാണ്. നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് സഹകരിച്ച് മുന്നോട്ട് വരണം. നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV
TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫൺ വിത്ത് മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 15 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലേക്ക് വേണ്ടിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത് 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ് ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണി ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ബീച്ച് അഴീക്കോട് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ ഡോർ പെട്ടെന്ന് തുറന്നതിനെ തുടർന്ന് ഡോർ തട്ടി കാൽനട യാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റ വലപ്പാട് ബീച്ച് സ്വദേശി കോഴിശ്ശേരി വീട്ടിൽ വേണുവിനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി പുന്നമ്പറമ്പ് വാർഡിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. സീനിയർ കോൺഗ്രസ് നേതാവായിരുന്ന CT ദേവസിയുടെ വസതിയിൽ നടന്ന ഗൃഹസമ്പർക്ക പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വർഗീസ് വാഗേൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോണി ചിറ്റിലപ്പള്ളി, വാർഡ് പ്രസിഡന്റ് നിക്സൺ ആലപ്പാട്ട്, ബൂത്ത് പ്രസിഡന്റ് ജോയ് എന്നിവർ പങ്കെടുത്തു. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ലിൻഡസ് മേലേപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഷാജു ചെറിയത്ത് സന്ദേശം നൽകി. തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ തോമസ് വിളക്കനാടൻ ഊട്ടുനേർച്ച വെഞ്ചിരിപ്പ് നിർവഹിച്ചു. നേർച്ച ഊട്ടിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചുവല്ലൂർ, ജനറൽ കൺവീനർ ബേബി കണ്ണമ്പിള്ളി, കൈക്കാരൻ തോമസ് വള്ളിയാന്തരത്തിൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് നൈജോ ആന്റോ വാസുപുരത്തുകാരൻ തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാരക ലഹരികൾക്കെതിരെ വാക്കത്തോൺ നടത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അഡ്വക്കേറ്റ് KP അജയ്കുമാർ, ജെയിംസ് മുട്ടിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ശാഖകളിലേക്ക് നടത്തിയ ജയന്തി ആഘോഷ വിളംബര ജാഥയ്ക്ക് ഒളരിക്കര സെന്ററിൽ സ്വീകരണം നൽകി. ശാഖ പ്രസിഡന്റ് KS സുധീരൻ, സെക്രട്ടറി ഷാജു കുണ്ടോളി, പ്രേമാവധി, ഗോവിന്ദൻകുട്ടി, ബിന്ദു ഉണ്ണികൃഷ്ണൻ, അജീഷ് കോഴിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. യൂണിയൻ പ്രസിഡന്റ് IG പ്രസന്നനാണ് ജാഥ ക്യാപ്റ്റൻ. ആളൂർ പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ജനകീയ പങ്കാളിത്തത്തോടെ സമ്പൂർണ്ണ നേത്രദാന സമ്മതപത്ര ക്യാമ്പയിനിന് തുടക്കം കുറിച്ചു. കണ്ണംകുന്നി വീട്ടിൽ അഡലിൻ ലോറൻസ് ജോസിൽ നിന്നും നേത്രദാന സമ്മതപത്രം ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MS വിനയൻ അധ്യക്ഷനായിരുന്നു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അനുപമ വിജയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, ഒപ്റ്റോമെട്രിസ്റ്റ് NS വിദ്യ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് എന്നിവർ സംസാരിച്ചു. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 15 വരെ നടക്കുന്ന യജ്ഞത്തിൽ 5000 പേരിൽ നിന്ന് നേത്രദാന സമ്മതപത്ര സമർപ്പണമാണ് ലക്ഷ്യമിടുന്നത്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നാളെയും മറ്റന്നാളും ലഹരി വിരുദ്ധ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അറിയിച്ചു.
സെന്റ് ജോസഫ് കോളേജിൽ സാഹിത്യ മത്സരങ്ങളും പൊറത്തുശ്ശേരി കണ്ടാരംതറ മൈതാനിയിൽ 18 ടീമുകൾ അണിനിരക്കുന്ന ഓണക്കളി മത്സരവും ടൗൺ ഹാളിൽ നാടൻപാട്ട് മത്സരവും അരങ്ങേറും. ജനറൽ കൺവീനർ ഡോക്ടർ കേസരി മേനോൻ, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, BPC KR സത്യപാലൻ, ജീവൻലാൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തവരെ ആദരിക്കലും സംഘടിപ്പിച്ചു. കുന്നംകുളം ഇന്ദിരാഭവനിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് M. ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുൾ മജീദ്, ജില്ലാ സെക്രട്ടറി ഇൻചാർജ് ഫ്രാൻസിസ്, സംസ്ഥാന കൌൺസിലർ TS സുബ്രഹ്മണ്യൻ, ജില്ലാ കൌൺസിലർ യേശുദാസ്, KC റജി എന്നിവർ സംസാരിച്ചു. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മണലിത്തറ സ്വദേശിനി നിമിഷയുടെ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വടക്കുമുറി ദേശ കുമ്മാട്ടിയുടെ സോവനീർ പ്രകാശനം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. വടക്കുമുറി കുമ്മാട്ടി കമ്മിറ്റി പ്രസിഡന്റ് സുരേന്ദ്രൻ അയനിക്കുന്നത്ത്, കമ്മിറ്റി ട്രഷറർ അനിൽ അറ്റാശ്ശേരി, GB കിരൺ, സുഷീർ കോലോത്ത്, ശ്രീനാഥയോളി സനൽ എന്നിവർ പങ്കെടുത്തു. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യത്തിൽ കൊണ്ടാഴി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജലമാണ് ജീവൻ ക്യാമ്പയിനിന് തുടക്കം കുറിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ KK പ്രിയംവദ അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ, സ്ഥിരം സമിതി അധ്യക്ഷ V. നിഷാമോൾ, പഞ്ചായത്ത് അംഗം ശിവൻ വീട്ടിക്കുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു. തലപ്പള്ളി താലൂക്ക് NSS യൂണിയന്റെയും വനിതാ യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും പൂക്കള മത്സരവും നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഹൃഷികേശ് പൂക്കള മത്സരത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. വനിതാ യൂണിയൻ അംഗങ്ങളുടെ തിരുവാതിരക്കളി അരങ്ങേറി. യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, സെക്രട്ടറി S. ശ്രീകുമാർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് P. കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി BV സീതി തങ്ങൾ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് PM മുഹസിൻ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി വടക്കുഭാഗം തിരുനാളാഘോഷ കമ്മിറ്റിയുടെ ആതുര സഹായ നിധിയുടെ ഭാഗമായി ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന തുടങ്ങി. ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പനയുടെ പ്രകാശനവും ആദ്യ വിൽപ്പനയും വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. പ്രസിഡന്റ് സാംസൺ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷനായിരുന്നു. ജോയ് പീറ്റർ, P. ജിമ്മി, CP രാജു, സൈമൺ പാവറട്ടി, OM ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിലെ ഒന്നിച്ചോണം നല്ലോണം പരിപാടി മുൻ MP CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ മാനേജർ മദർ ഹൃദയ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ വിന്നി, PTA പ്രസിഡന്റ് സിജോ മാത്യു, MPTA പ്രസിഡന്റ് KP പ്രവീണ, സീനിയർ അധ്യാപിക TL എൽസി, മുൻ അധ്യാപിക CL മേരി എന്നിവർ പങ്കെടുത്തു. വിവിധ ഓണാഘോഷ പരിപാടികൾ നടന്നു. കുന്നംകുളം പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ ഓണാഘോഷം ശനിയാഴ്ച കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കരാട്ടെ, കളരിപ്പയറ്റ്, ഉറുമി പ്രയോഗം എന്നീ അഭ്യാസങ്ങളും ഉണ്ടായിരിക്കും. തളിക്കുളം GVHSSൽ SPC വിദ്യാർത്ഥികളുടെ ഓണക്കാല ത്രിദിന പഠന ക്യാമ്പ് ആരംഭിച്ചു.
ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക അബ്സത്ത്, തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, വാടാനപ്പള്ളി SI ജയകുമാർ, CPO സുരേഖ, പ്രിൻസിപ്പൽമാരായ ആശ, ഷിജി എന്നിവർ പങ്കെടുത്തു. ഇതിൽ നല്ല അച്ചടക്കത്തോടുകൂടി ഇപ്പോൾ ക്യാമ്പ് വിജയമാക്കാൻ എല്ലാ വിദ്യാർത്ഥികളുടെയും സഹകരണം ആവശ്യമാണ്. നല്ല പൗരന്മാരായി രാഷ്ട്രബോധമുള്ള തൃശൂർ ജില്ലയിലെ കലാധ്യാപകരുടെ സംഘടനയായ PSSTU ഓണാഘോഷം സംഘടിപ്പിച്ചു. കർണാടക സംഗീതജ്ഞൻ AE വാമനൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് അജിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ദീപക് നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. പാവർട്ടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. നിർധനരായ 109 കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റ് MLA വിതരണം ചെയ്തു. പാവർട്ടി ലയൺസ് ക്ലബ് പ്രസിഡന്റ് VG തോംസൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CI ജെയിംസ്, ജിജോ ജോസ്, TT ജോസ്, ബിജു ജോസ് എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പുന്ന യൂണിറ്റ് നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സുലേഖ ജമാൽ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് AS താജുദ്ദീൻ നിർവഹിച്ചു. അർഹരായവർക്ക് സൗജന്യമായി ഡയാലിസിസ് കിറ്റുകളും വാക്കറുകളും വിതരണം ചെയ്തു. കേരള പ്രവാസി സംഘം പുന്ന യൂണിറ്റ് പ്രസിഡന്റ് V വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. PS അശോകൻ, MA അബ്ദുൾ റസാഖ്, ബാഹുലയ്യൻ പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു. സേവന ഗ്രാമീണ വായനശാലയും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 14ാമത് ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി യുണൈറ്റഡ് സ്പോർട്സ് ഹബിൽ നടന്ന ടൂർണമെന്റ് കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ CV സുഭാഷ് അധ്യക്ഷനായി. AK സുമേഷ്, CR മനോജ് എന്നിവർ സംസാരിച്ചു. സൽമാൻ ഫാരിസ്, ഇഷാൻ. ഒരു വർഷത്തിലുള്ള ഒരു കളിയല്ല നമുക്ക് വേണ്ടത്, മനസ്സിലായ? നീഫ് മാഷാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പരിപാടി സേവനയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം പോവാം. അപ്പോൾ ഈ മാള പൂപ്പത്തി NSS കരയോഗം വാർഷിക പൊതുയോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് C രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KR പ്രതാപൻ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി MC ശ്രീകുമാർ, കരയോഗം സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ, MS രവീന്ദ്രൻ, പുഷ്പ പീതാംബരൻ, നവീൻ ഗണേഷ് എന്നിവർ സംസാരിച്ചു. കൂർക്കഞ്ചേരി നന്മ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം ഷജീല ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജൂബി അൻവറിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ വർഗീസ്, മോഹനൻ നടോടി, അജിത് കുമാർ, PV അൻവർ, ഡേവിസ് പ്രസന്നൻ, PK സുകുമാരൻ, സലാംകുട്ടി, മാഗി എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. വാണിജ്യം. ഓണത്തോടനുബന്ധിച്ച് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ MR ഹോം മാർട്ടിന്റെ ഓണം സ്പെഷ്യൽ ബിഗ് ഓഫർ സെയിൽ. ലോകോത്തര കിടക്കകളും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് തൃശൂരിലെ MR ഹോം മാർട്ട്. ഓണം സ്പെഷ്യൽ ബിഗ് ഓഫർ സെയിലിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് ഷോറൂം നൽകുന്നത്. ലോകോത്തര ബ്രാൻഡഡ് കിടക്കകൾ 5 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെയും ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ പകുതി വിലയിലും സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് MR ഹോം മാർട്ട് ഒരുക്കിയിരിക്കുന്നത്. ആധുനികതയും പാരമ്പര്യ പ്രൗഢിയും നിറഞ്ഞ വൈവിധ്യമാർന്ന ഡിസൈനുകളിലുള്ള വുഡൻ ഫർണിച്ചറുകളുടെയും സ്റ്റീൽ അലമാരകളുടെയും ക്രോക്കറി, ക്രിസ്റ്റൽ, ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് വിശാലമായ ബഹുനില ഷോറൂമിൽ സജ്ജമാക്കിയിട്ടുള്ളത്. വിവിധ മോഡലുകളിലുള്ള സെറ്റുകൾ, ടീപ്പോയ്, ഡൈനിങ് ടേബിൾ, കസേരകൾ, കട്ടിലുകൾ, പ്രീമിയം ബ്രാൻഡുകളുടെ ഗുണമേന്മയാർന്ന പ്ലാസ്റ്റിക് ചെയറുകൾ, ഓഫീസ് ടേബിളുകൾ, ചെയറുകൾ കൂടാതെ ഇമ്പോർട്ടഡ് ഉൽപ്പന്നങ്ങളുടെ ആകർഷകമായ കളക്ഷനുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. റീറ്റെയിൽ രംഗത്ത് കേരളത്തിലുടനീളം ശൃംഖല ആരംഭിക്കാൻ ഒരുങ്ങുന്ന MR ഗ്രൂപ്പിന്റെ സംരംഭമായ തൃശൂരിലെ MR ഹോം മാർട്ട് ഈ ഓണക്കാലത്ത് സ്പെഷ്യൽ ബിഗ് ഓഫർ സെയിലിലൂടെ ഉപഭോക്താക്കൾക്ക് അത്യുഗ്രൻ പർച്ചേസിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9846671199.
ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായ റെനോയുടെ മോഡലായ ട്രൈബറിന്റെ പുതുക്കിയ പതിപ്പിന്റെ ലോഞ്ച് തൃശൂരിൽ നടന്നു. കമ്പനി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വിലക്കുറവുള്ള 7 സീറ്റർ MPV ആയ റെനോൾട്ട് ട്രൈബറിന്റെ പുതുക്കിയ പതിപ്പ് ഫേസ് ലിഫ്റ്റിന്റെ ലോഞ്ചാണ് തൃശൂർ മണ്ണുത്തി ഷോറൂമിൽ നടന്നത്. 2019 ഇറങ്ങിയ ഈ വാഹനം ഇതുവരെ 2.5 ലക്ഷം ഇന്ത്യയിൽ വിറ്റഴിച്ചു. 6.29 ലക്ഷം മുതൽ 9.16 ലക്ഷം വരെയാണ് പുതിയ മോഡലിന്റെ വില. ഒതന്റിക്, എവല്യൂഷൻ, ടെക്നോ, ഇമോഷൻ എന്നീ 4 വേരിയന്റുകളിൽ പുതിയ ട്രൈബർ ലഭ്യമാണ്. 5 സ്പീഡ് മാനുവലിനൊപ്പം EC RAMT ഓപ്ഷനും നൽകുന്നുണ്ട്. ഡീലർ ഫിറ്റ് CNG കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ഡിസൈൻ രംഗത്ത് റിനോൾട്ട് ലോഗോ പുതുക്കി. LED പ്രൊജക്ടർ, ഹെഡ്ലാമ്പുകൾ DRL സഹിതം, ബ്ലാക്ക് ഗ്രിൽ, ഡ്യുവൽ ടോൺ ഫ്ലെക്സ് വീലുകൾ, പുതിയ ടെയിൽ ലാമ്പുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി. ഷാഡോ ഗ്രേ, ആംബർ ടെറാക്കോട്ട എന്നിവയടക്കം 6 നിറങ്ങളിൽ മോഡൽ ലഭ്യമാണ്. സുരക്ഷാ വിഭാഗത്തിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ്, ESP, TPMS, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റന്റ്, ISO ഫിക്സ്, ക്രൂസ് കൺട്രോൾ, റെയിൻ സെൻസിംഗ് വൈപ്പർ തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള മോഡലിന് 7 വർഷം വരെ നീട്ടാവുന്ന 3 വർഷത്തെ സ്റ്റാൻഡേർഡ് വാറന്റി നൽകുന്നുണ്ട്. വാഹനത്തിന് വേണ്ട ലോൺ സൗകര്യങ്ങളും പഴയ വാഹനങ്ങളുടെ എക്സ്ചേഞ്ച് സൗകര്യങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8606951763. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,620 രൂപ, പവന് 76,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കരയിൽ വീണ്ടും ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചു. പുതിയ നിരക്ക് ഉടൻ പ്രാബല്യത്തിൽ വരും. തൃശൂർ വാണിയംപാറയിൽ വൻ ലഹരിവേട്ട. വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി യുവതിയടക്കം 3 പേർ പിടിയിലായി. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആനക്കയത്ത് KSRTC ബസിനു നേരെ കാട്ടാനയുടെ ആക്രമണം. യാത്രക്കാർ ബഹളം വച്ചതോടെ ആനകൾ കാടുകയറി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കല്യാണ മാമാങ്കം. ഒരേ സമയം 5 മണ്ഡപങ്ങളിലായി 227 വിവാഹങ്ങൾ നടന്നു. അന്തിക്കാട് ബസ് യാത്രക്കിടെ യാത്രക്കാരി കുഴഞ്ഞു വീണ് മരിച്ചു. മുറ്റിച്ചൂർ സ്വദേശിനി ലീലയാണ് മരിച്ചത്. മമ്മിയൂരിൽ ആംബുലൻസ് ഓട്ടോറിക്ഷയിലിടിച്ച് ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. ചേലക്കരയിൽ പഞ്ചായത്ത് അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച് റോഡിൽ തള്ളിയതായി പരാതി. ബൈക്കിന്റെ അമിത വേഗത ചോദ്യം ചെയ്തതിനാണ് ആക്രമണം. മർദ്ദിച്ച ശേഷം യുവാക്കൾ കടന്നുകളഞ്ഞു. അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.